we are going to start our 7th lesson, Life in Ladakh. ഞാൻ അതൊന്നുകൂടി എടുത്തു തരാം. ഓക്കെ, ഇല്ല നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല, അതുകൊണ്ട് മിസ് ആദ്യം മുതൽ ഒന്നുകൂടി എടുത്തു തരാം. വേഗം തീർക്കാം നമുക്ക് ആദ്യത്തെ പോർഷൻസ് എല്ലാം. Life in Ladakh. Life in Ladakh. A gentle breeze blows and the tall trees sway gently. A large magpie walks boldly down the road. It is a warm, sunny morning in June in Nimo, a village in Ladakh. Ladakh is a beautiful region in the state of Jammu and Kashmir in North India. It is located high up in the Himalayas. If you go to Ladakh, you will be about 10,000 feet above the sea level. All around, you will see tall mountains with snow-capped peaks. It is a beautiful sight indeed. Okay. A gentle breeze. Breeze means കാറ്റാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? A gentle breeze blows and tall trees sway gently. In that gentle breeze, tall trees sway gently. ആ കാറ്റത്ത് നമുക്കറിയാം മരങ്ങളെല്ലാം it will sway when the breeze blows. അതായത് കാറ്റ് വീശുന്ന സമയത്ത് നമുക്കറിയാം മരങ്ങൾ എന്ത് ചെയ്യും? കാറ്റിൽ ഇങ്ങനെ ഒലയില്ലേ? കാറ്റിൽ ഉലയെന്ന് പറയുന്നില്ലേ? Okay, that is sway gently. A large magpie. Magpie is a kind of bird. It is a kind of bird. വായാടി. വായാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പക്ഷിയാണ് ഇത് magpie. A large magpie walks boldly down the road. ഒരു വലിയ magpie എന്ത് ചെയ്യുന്നുണ്ട്? ആ റോഡിന്റെ താഴേക്ക് നടന്നു വരുന്നുണ്ട്. It is a warm sunny morning in June in Nimo, a village in Ladakh. അത് എങ്ങനെയുള്ള ദിവസമായിരുന്നു? എങ്ങനെയുള്ള ദിവസമായിരുന്നു? നമ്മുടെ നിമോ എന്ന് പറയുന്ന വില്ലേജ്, ലഡാക്കിലെ നിമോ എന്ന് പറയുന്ന വില്ലേജില് ജൂൺ മാസമായിരുന്നു. ഇറ്റ് ഇസ് എ സണ്ണി മോർണിംഗ് അല്ലെ? എങ്ങനെയുള്ള മോർണിംഗ് ആണ്? ഇറ്റ് ഇസ് എ സണ്ണി മോർണിംഗ്. സണ്ണി മോർണിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ സൂര്യൻ എങ്ങനെയാ സണ്ണി മോർണിംഗ് എന്ന് പറയുന്ന സമയത്ത്? ബ്രൈറ്റ് ലൈറ്റ് ആയിരിക്കും അല്ലെ? The sun gives bright light. Okay. Ladakh is a beautiful region in state of Jammu and Kashmir in North India. North Indiaയിലെ ജമ്മു കാശ്മീർ എന്ന സ്റ്റേറ്റിലെ ബ്യൂട്ടിഫുൾ റീജിയൻ ആണ്. അതിമനോഹരമായ ഒരു പ്രദേശമാണ് ഇത് ലഡാക്ക്. ലഡാക്ക് is a beautiful region in the state of Jammu and Kashmir in North India. It is located high up in the Himalayas. ഹിമാലയത്തിൽ നിന്നും ഒരുപാട് മുകളിലായിട്ടാണ് നമ്മുടെ ലഡാക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇഫ് യു ഗോ ടു ലഡാക്ക്, നിങ്ങൾ ലഡാക്കിൽ പോവുകയാണെങ്കിൽ യു വിൽ ബി അബൌട്ട് 10,000 ഫീറ്റ് എബവ് ദ സീ ലെവൽ. നിങ്ങൾ സീ ലെവലിൽ നിന്നും 10,000 അടി മുകളിലായിരിക്കും. യു വിൽ ബി അബൌട്ട് 10,000 ഫീറ്റ് എബവ് ദ സീ ലെവൽ. All around you will see tall mountains with snow-capped peaks. ചുറ്റും നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുക? All around you can see tall mountains. Mountains means പർവ്വതങ്ങളാണ് അല്ലെ? ഉയരമുള്ള പർവ്വതങ്ങളാണ് കാണാൻ പറ്റുക. എങ്ങനെയുള്ള പർവ്വതങ്ങളാണ്? What kind of mountains? Mountains that is filled with snow അല്ലെ? Snow-capped mountains ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുക. Okay, it is a beautiful sight indeed. Okay, it says that that scenery is very beautiful അല്ലെ? നമ്മുടെ ആ ഇത്രയും വലിയ മൗണ്ടെയിൻസ്, മഞ്ഞ് നിറഞ്ഞിരിക്കുന്ന ആ മൗണ്ടെയിൻസ് എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ് indeed. Tashi Dorje. Next paragraph talks about Tashi Dorje. And who is Tashi Dorje? He is a farmer, lives in Nimo. നിമോയിൽ താമസിക്കുന്ന ഒരു കർഷകനായിരുന്നു ആര്? ടാഷി ഡോർജെ. His fields are in the lower part of the village. അദ്ദേഹത്തിന്റെ പാട് എവിടെയാണ്? It is in the lower part of the village അല്ലെ? അദ്ദേഹത്തിന്റെ വില്ലേജിൽ നിന്നും വളരെ താഴെയായിട്ടാണ് നമ്മുടെ ടാഷി ഡോർജന്റെ ഫീൽഡ്സ്, പാടം. Tashi's house is higher up on the slope of the mountain. ടാഷിയുടെ വീട് എവിടെയാണ്? ആ മൗണ്ടെയിൻ സ്ലോപ്പിന് ഉയരത്തിലായിട്ടാണ് അദ്ദേഹത്തിന്റെ വീട് അല്ലെ ദേവഞ്ജന? All the villagers built their houses on the mountain slopes and have field at the foot of the mountains. എല്ലാ വില്ലേജേഴ്സ് എന്ന് പറഞ്ഞാൽ വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാരാണ് ആര്? വില്ലേജേഴ്സ്. ഓക്കെ, ആ വില്ലേജേഴ്സ് അവരുടെ വീട് മൗണ്ടെയിൻ സ്ലോപ്പിന് മുകളിലായിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്, പണി കഴിപ്പിക്കുന്നത്.
അവരുടെ ഫീൽഡ്സ് എവിടെയായിരിക്കും? ഇറ്റ് ഈസ് അറ്റ് ദ ഫുട്ട് ഓഫ് ദ മൗണ്ടൈൻ സ്ലോപ്പ്. ആ മൗണ്ടൈൻ സ്ലോപ്പിന്റെ ഏറ്റവും താഴെയായിട്ടാണ് ഫീൽഡ് അവര് ബിൽഡ് ചെയ്യുന്നത്. അത് അതുപോലെ അവരുടെ ഫീൽഡ് എവിടെയാണ്? മൗണ്ടൈൻ സ്ലോപ്പിന് താഴെയാണ്. അവരുടെ വീട് എവിടെയാണ്? ഇറ്റ് ഈസ് ഹൈ അപ്പ് ഇൻ ദ മൗണ്ടൈൻ സ്ലോപ്പ്. ഓക്കെ. ടാഷി വിൽ ഗ്രോ ബാർലി ദിസ് ഇയർ. ടാഷി ഈ ഇയറില്, ഈ വർഷത്തില് എന്താണ് കൃഷി ചെയ്യുന്നത്? എന്താ ഫാം ചെയ്യുന്നത്? ബാർലി അല്ലേ? ടാഷി വിൽ ഗ്രോ ബാർലി ദിസ് ഇയർ. അപ്പൊ ഇക്കൊല്ലത്തിൽ എന്താ വളർത്തുന്നത് അദ്ദേഹം? അദ്ദേഹം ഒരു കർഷകനാണ് അല്ലേ, നമ്മുടെ ടാഷി ഡോർജെ. അപ്പൊ ഇക്കൊല്ലം എന്താ കൃഷി ചെയ്യുന്നത്? ബാർലി ആണ്. ഹിസ് നെയ്ബർ ഹു ഇസ് നെയ്ബർ? വാട്ട് യു മീൻ ബൈ നെയ്ബർ? അയൽവാസിയാണ് അല്ലേ? അപ്പുറത്ത് താമസിക്കുന്നവരാണ് ആര്? നെയ്ബർ. അദ്ദേഹത്തിന്റെ നെയ്ബർ ആയ അലി, ഹിസ് നെയ്ബർ അലി വിൽ ഗ്രോ വീറ്റ്. അദ്ദേഹത്തിന്റെ നെയ്ബർ, അദ്ദേഹത്തിന്റെ അയൽവാസിയായ അലി എന്ന് പറഞ്ഞിട്ടുള്ള ആള് എന്താ കൃഷി ചെയ്തത്? വീറ്റ് ആണ്, ഗോതമ്പാണ് കൃഷി ചെയ്തത്. സോനം ഈസ് ഗ്രോയിങ് മസ്റ്റാർഡ് ദിസ് ഇയർ. സോനം. ആൻഡ് ഹു ഈസ് സോനം? ഹിസ് അനദർ നെയ്ബർ. അടുത്തൊരു നെയ്ബർ. സോനം എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ നെയ്ബർ എന്താ കൃഷി ചെയ്തത്? മസ്റ്റാർഡ് ആണ് അല്ലെ? മസ്റ്റാർഡ് മീൻസ് വാട്ട്? കടുകാണ്. ഓക്കെ. then റിഞ്ചൺ ഈസ് ഗ്രോയിങ് വെജിറ്റബിൾസ് ഇൻ സ്മോൾ ബെഡ്സ് ഇൻ ഹർ ഫീൽഡ്. റിഞ്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എന്താ കൃഷി ചെയ്യുന്നത്? റിഞ്ചൺ ഗ്രോയിങ് വെജിറ്റബിൾ ഇൻ സ്മോൾ ബെഡ്സ് ഇൻ ഹർ ഫീൽഡ്. അവരുടെ ഫീൽഡില് കുറച്ച് പച്ചക്കറികളാണ് അവര് നട്ടത്. She has some onions, cabbages, potatoes and tomatoes. അവൾക്ക് എന്തെല്ലാം ഉണ്ട്? ഒനിയൻസ്. എന്തെല്ലാം അവള് കൃഷി ചെയ്യുന്നുണ്ട്? ഒനിയൻസ്, cabbages, potatoes and tomatoes. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ, റിഞ്ചൻ എന്താ ചെയ്യുന്നത്? അവളുടെ പാടത്ത് വെജിറ്റബിൾസ് ആണ് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ വെജിറ്റബിൾസിൽ എന്തൊക്കെ പെടുന്നുണ്ട്? ഒനിയൻസ് അല്ലെ? ഒനിയൻസ്, ക്യാബേജസ്, പൊട്ടറ്റോസ് ആൻഡ് ടൊമാറ്റോസ്. ഓക്കെ. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ടാഷി വിൽ ഗ്രോ ബാർലി ദിസ് ഇയർ അല്ലെ? ടാഷി എന്താ ഇക്കൊല്ലം കൃഷി ചെയ്യുന്നത്? നമ്മുടെ ടാഷി ഡോർജെ ബാർലി ആണ്. ആൻഡ് ഹിസ് ഫ്രണ്ട്, ഹിസ് നെയ്ബർ സോണം ഈസ് growing wheat in this year. Another one, Rinjan is growing vegetables alle? It includes onions, cabbages, potatoes and tomatoes. Okay. Next paragraph. Summer is an important season for farmers in Ladakh. ലഡാക്കിലെ ഫാർമേഴ്സിന് സമ്മർ സീസൺ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു, പ്രധാനപ്പെട്ട ഒരു സീസൺ ആയിരുന്നു. ഏത്? സമ്മർ സീസൺ. Summer is an important season for farmers in Ladakh. ലഡാക്കിലെ ഫാർമേഴ്സിന് ഇമ്പോർട്ടന്റ് ആയ പ്രധാനപ്പെട്ട ഒരു സീസൺ ആയിരുന്നു. ഏത്? സമ്മർ സീസൺ. This is the only season when crops grow. കാരണം എന്താണ്? This is the only season when crops grow. What do you mean by crops? Crops കൃഷി ചെയ്യുന്നതാണ്, ധാന്യവിളകളാണ് അല്ലെ ക്രോപ്സ് അല്ലെ? അപ്പൊ this is the only season when crops grow. ധാന്യവിളകള് വളരുന്ന ഒരേ ഒരു സീസൺ ഏതാണ്? സമ്മർ സീസൺ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ലഡാക്കിലെ കൃഷിക്കാർക്ക്, ലഡാക്കിലെ ഫാർമേഴ്സിന് ഈ സമ്മർ സീസൺ ഇത്രയും പ്രധാനപ്പെട്ടതാവാൻ കാരണം. ഇൻ ഏപ്രിൽ ആൻഡ് മെയ്, ഏപ്രിലും മെയ്യിലും ടാഷി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് പ്രിപ്പയർ their fields for the crops. ഏപ്രിലും മെയ്യിലും നമ്മുടെ ടാഷിയും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് എന്ത് ചെയ്യും? കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പാടങ്ങള് പ്രിപ്പയർ ചെയ്യും, ഒരുക്കി നിർത്തും. In April and May, Tashi and his friends prepare their fields for the crops. First, ആദ്യം അവരെന്താ ചെയ്യുന്നത് നോക്കിയേ. എന്റെ സൂര്യദേവ് എന്റെ ടെക്സ്റ്റ് നോക്കിയേ. First, they plow the fields with the help of yags and saws. അല്ലെ? അവരാദ്യം എന്താ ചെയ്യുന്നറിയോ? നിലം ഒഴുവ ചെയ്യുക. ആദ്യം ഒരു കൃഷി വെറുതെ കൊണ്ടുപോയിട്ട് കുറച്ച് സാധനങ്ങൾ നട്ടാ മതിയോ? അല്ല അല്ലെ? അതിനെന്തൊക്കെയോ നമ്മുടെ ഫീൽഡ് പ്രിപ്പയർ ചെയ്യണം. അതിനൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, ആദ്യം they plow the fields with the help of yaks and saws. ആദ്യം അവർ എന്ത് ചെയ്യും? യാക്സിനെയും സോസിനെയും കൊണ്ട്. സോസ് എന്താണെന്ന് അവിടെ ഉണ്ട്. ഓക്കെ. എന്ത് ചെയ്യും? നിലം ഉഴുവിപ്പിക്കും. ഓക്കെ. ഓക്കെ. യാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്?
യാക്ക് കാളയാണെന്ന് അറിയാലോ. ഇപ്പൊ കാളയും സോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനുവലിനെയും കൊണ്ട് അവര് നിലമുഴും. ഓക്കെ, പ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലോ എന്ന് പറഞ്ഞാൽ നിലമുഴലാണ് അല്ലേ. അപ്പൊ they plow their fields with the help of yaks and saws. യാക്സിനെ കൊണ്ടും സോസിനെ കൊണ്ടും അവരാദ്യം ആ നില മുഴുവിപ്പിക്കും. എപ്പോഴാ? ഏപ്രിലും മെയ്യിലും അല്ലേ. Then after plowing, നില മുഴുതതിനു ശേഷം the farmers add manure to the soil. Manure എന്താടോ? What do you mean by manure? എന്താ ദേവപ്രിയ manure? ദേവപ്രിയ, what do you mean by manure? അറിയില്ല. മാനുവർ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കറിയുന്നത് മീനിങ്? വളമാണല്ലേ. വളം ഇട്ട് കൊടുക്കണ്ടേ മണ്ണില്? ഓക്കെ, ഞാൻ കേട്ടു ദേവാഞ്ജന, ഞാൻ കേട്ടു. സിറ്റ് പ്രോപ്പർലി. ഓക്കെ, ആഫ്റ്റർ പ്ലോയിങ് നില മുഴുതതിനു ശേഷം the farmers add manure to the soil. സോയിൽ എന്താ? മണ്ണാണല്ലേ. ഫാർമേഴ്സ് എന്ത് ചെയ്യും? കൃഷിക്കാരൻ എന്ത് ചെയ്യും? മണ്ണിലേക്ക് ആ വളം ചേർത്ത് കൊടുക്കും. manure makes the soil rich. manure എന്ത് ചെയ്യും? ആ സോയിലിനെ റിച്ച് ആക്കും എന്ന് പറഞ്ഞാൽ എന്താ? പണക്കാരനാക്കുന്നാണോ? വളം ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? വളം ഇട്ട് കൊടുത്താൽ മണ്ണില് കൂടുതൽ ഫലം കിട്ടുമല്ലേ നമ്മൾക്ക്, അല്ലേ? കൂടുതൽ ഫലം കിട്ടും. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. manure makes the soil rich. Then they sow the seeds. അതിനുശേഷം അവരെന്ത് ചെയ്യും? After that, after plowing the soil, they add manure to the soil. Then they sow the seeds. അല്ലേ? പിന്നെ വിത്ത് വിതയ്ക്കും. ആദ്യം പ്ലോയിങ് ചെയ്യും അല്ലെ. ആദ്യം പ്ലോ ചെയ്യും, നിലമുഴുവിപ്പിക്കും. ഇതിനൊക്കെ കൊണ്ട് with the help of yaks and saws. Okay, ഇവിടെ പറയുന്നുണ്ട് സോസ് എന്താണെന്ന്. സോസ് ആർ the kind of yak found in Ladakh. ലഡാക്കിൽ കണ്ടുവരുന്ന ഒരു തരം കാള അല്ലെ. A kind of yak in Ladakh is known as സോസ് അല്ലെ. ലഡാക്കിൽ കണ്ടിരുന്ന ഒരു തരം കാളേനെ പറയുന്ന പേരാണ് എന്ത് മക്കളെ? സോസ്. ഓക്കെ, അപ്പൊ ആ പാരഗ്രാഫ് മനസ്സിലായല്ലോ. എന്താ പറഞ്ഞത്? സമ്മർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് സീസൺ ഫോർ ഫാർമേഴ്സ്. പിന്നെന്താ പറഞ്ഞത്? ബിക്കോസ് ദിസ് ഈസ് ദ ബെസ്റ്റ് സീസൺ ഫോർ crops grow. In April and May, Tashi and his friends prepare their fields for the crops. First, they plow the fields with the help of yaks and saws. And what is saws? Enda saws ennu parnathu? Saws are the kind of a yak that is found in Ladakh alle. ലഡാക്കിൽ കണ്ടുവരുന്ന ഒരുതരം കാളെന്ന് പറയുന്ന പേരാണ് saws. And after plowing, the farmers add manure to the soil. Manure makes the soil rich. Then they sow the seeds. Okay, next നോക്കൂ മക്കളെ. In June, next paragraph. In June, little plants sprout everywhere. ജൂണിൽ എന്താ സംഭവം? നമ്മൾ പറഞ്ഞു ഏപ്രിലും മെയ്യിലും അവര് ഫീൽഡ്സ് പ്രിപ്പയർ ചെയ്യുന്നു പറഞ്ഞു. Then ഏപ്രിൽ മെയ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാ? ജൂൺ ആണ് അല്ലേ. ജൂണിൽ എന്താ ചെയ്യാ? In June, little plants sprouts everywhere. അല്ലെ, ചെറിയ ചെറിയ ചെടികള് മുളയ്ക്കാൻ വേണ്ടി തുടങ്ങും. Little plants sprouts everywhere. Tashi and his friends water the fields. Okay, അതിനുശേഷം ടാഷി എന്ത് ചെയ്യും? ദേവപ്രിയ, നെക്സ്റ്റ് പാരഗ്രാഫ് എടുത്തേ. In June, little plants sprouts everywhere. ജൂണിൽ എന്താണ്? ലിറ്റിൽ പ്ലാന്റ്സ്, ചെറിയ ചെറിയ ചെടികൾ മുളയ്ക്കാൻ വേണ്ടി തുടങ്ങി, എല്ലായിടത്തും മുളയ്ക്കാൻ വേണ്ടി തുടങ്ങി. ടാഷി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വാട്ടർ ദ ഫീൽഡ്സ്. ടാഷിയും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും ആ ഫീൽഡ്സിന് നനച്ചു കൊടുക്കും. They water the fields. Water comes from small streams that flow down when snow melts in the nearby mountains. ഇനി ഈ വാട്ടർ, വെള്ളം എവിടുന്ന കിട്ടുന്നതെന്ന് അറിയോ? Water comes from small streams. Streams means അരുവി, streams. Water comes from small streams. ചെറിയ സ്ട്രീംസിൽ നിന്നാണ്, ചെറിയ ചെറിയ അരുവികളിൽ നിന്നുമാണ് അവർക്ക് ഫീൽഡ്സിൽ നനയ്ക്കാനുള്ള വെള്ളം കിട്ടുന്നത്. ഇനി ആ സ്ട്രീംസിൽ എവിടുന്ന വെള്ളം കിട്ടുന്നതെന്ന് അറിയോ?
that flow down when snow melts in the nearby mountains. ഇനി എവിടുന്നാ നോക്കിയേ, അടുത്തുള്ള മൗണ്ടെയിൻസ് മെൽറ്റ് ചെയ്ത് ഉരുകിയിട്ട് വരുന്ന വെള്ളം അരുവിയിലേക്ക് എത്തുന്നു. ആ അരുവിയിൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്, ഫീൽഡ്സ് നനയ്ക്കാനുള്ള വെള്ളം എടുക്കുന്നത് കേട്ടോ. വാട്ടർ കംസ് ഫ്രം ദ സ്മോൾ സ്ട്രീം, സ്ട്രീം മീൻസ് അരുവി, that flow down when snow melts. മെൽറ്റ് ചെയ്യാൻ നമ്മൾ പറയില്ലേ, ഉരുകാൻ നമ്മൾ അറിയാറില്ലേ, melts in the nearby mountains. Okay. The villagers work together on one another's fields. Villagers എന്ത് ചെയ്യും, അവർ അവരുടെ പാടത്ത് മാത്രമല്ല വർക്ക് ചെയ്യുക. ഇപ്പോഴത്തെ ആൾക്കാർ എങ്ങനെയാണ്, എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അല്ലെ, ബാക്കിയുള്ളവരുടെ കാര്യം നോക്കണ്ട, എന്റെ ഫീൽഡിൽ മാത്രം നല്ലോണം കൃഷി കിട്ടിയാൽ മതി. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മുടെ ലഡാക്കിലെ പീപ്പിൾ എന്താ ചെയ്യുന്നറിയോ, they will work one another's fields. അവരെല്ലാവരുടെ ഫീൽഡിലും പോയിട്ട് പണിയെടുക്കും, ഒരാളുടേത് മറ്റാളുടേത് എന്നില്ല, എല്ലാരെയും പോയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരായിരുന്നു നമ്മുടെ ലഡാക്കിലെ ആൾക്കാര്. ഓക്കെ, you can hear them sing as they work. Okay, അവരെന്ത് ചെയ്യും, we can hear them sing as they work. അവരെന്ത് ചെയ്യുന്നുണ്ട്, പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെ, കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാട്ട് പാടിക്കൊണ്ടാണ് അല്ലെ പണിയെടുക്കുന്നത്. In a month or so the crops will be ready for harvest. അല്ലെ, ഒരു മാസത്തിനുള്ളിൽ, മാസങ്ങൾ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും, എന്താ ചെയ്യാ, the crops will be ready for harvest. crops എന്ത് ചെയ്യും, ആ വിളകളൊക്കെ എന്ത് ചെയ്യും, it is ready for harvest അല്ലെ. ഹാർവെസ്റ്റ് എന്താണ്, വിളവെടുപ്പാണ്, വിളവെടുപ്പാണ്. ഹാർവെസ്റ്റ് മീൻസ് വിളവെടുപ്പ്, ഹാർവെസ്റ്റ് മീൻസ് വിളവെടുപ്പ്. You can write the meaning. Okay, the crops will be ready for harvest. The grains will be dried in the sun and stored for the winter. Grains എന്താണ്, grains ധാന്യങ്ങളാണ് അല്ലെ. The grains will be dried in the sun and stored for the winter. അപ്പൊ അവരെന്ത് ചെയ്യും, സമ്മർ സീസൺ കഴിഞ്ഞ വിന്റർ സീസൺ വരാനുണ്ട് അല്ലെ. വിന്റർ സീസൺ വരാനില്ലേ, ആ വിന്റർ സീസണിൽ ആരെങ്കിലും പണിക്ക് പോവോ, ഇല്ല. Then അപ്പൊ ആ വിന്റർ സീസണിലേക്ക് അവരെന്ത് ചെയ്യും, ഗ്രെയിൻസ് ഉണക്കി വയ്ക്കും. The grains will be dried in the sun and stored for the winter season. വിന്റർ സീസണിലേക്ക് അവര് ഗ്രെയിൻസ് വെയിലിൽ ഉണക്കി വയ്ക്കും. The hay that remains after harvesting and the bundles of dried grass will be used as food for cattle. The hay means here വൈക്കോൽ ആണ് അല്ലേ. Okay, the hay that remains after harvesting. അപ്പൊ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ള വൈക്കോലും and the bundles of dried grass, ആ ഉണങ്ങിയ പുല്ലൊക്കെ ഇല്ലേ, അതൊക്കെ എന്താ ചെയ്യാന്നറിയോ, ക്യാറ്റിൽസിന് ഫുഡ് ആയിട്ട് കൊടുക്കും. അതായത് പശുക്കൾക്ക്, കന്നുകാലികൾക്ക് അവര് ഭക്ഷണമായിട്ട് കൊടുക്കും. വിന്റർ ആർ ടെറിബിൾ ഇൻ ലഡാക്ക്. വിന്റർ സീസൺ എന്ന് പറയുന്നത് ലഡാക്കിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഒന്നാമത് നമ്മളോട് പറഞ്ഞു അല്ലെ, സ്നോ മൗണ്ടെയിൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ വിന്റർ സീസൺ കൂടി വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തണുപ്പ് കൂടി വന്നാൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? നമുക്ക് തന്നെ വിന്റർ സീസണിൽ എന്ത് പറ്റുന്നില്ല, പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റുന്നില്ല. തണുപ്പ് തണുപ്പ് എന്ന് പറഞ്ഞിട്ട് വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ ലഡാക്കിലെ ആൾക്കാരെന്ന് ആലോചിച്ച് നോക്കിയേ, അവർക്ക് സ്നോ കേപ്ഡ് മൗണ്ടെയിൻസ് ആണ് ചുറ്റിനും. വിന്റർ ആർ ടെറിബിൾ ഇൻ ലഡാക്ക്. ഇറ്റ് ഈസ് വെരി കോൾഡ്. നമ്മൾക്കറിയാം വിന്റർ സീസൺ ഭയങ്കര തണുപ്പായിരിക്കും അല്ലെ. ഇറ്റ് ഈസ് വെരി കോൾഡ്. ഇറ്റ് സ്നോസ് ഓൾമോസ്റ്റ് എവറി ഡേ. എല്ലാ ദിവസവും നമുക്ക് മഴ പെയ്യുന്ന പോലെ അവിടെ എന്ത് പെയ്യും, മഞ്ഞു മഴ പെയ്യും. Okay, it snows almost every day. There is snow everywhere. We can see, or people in Ladakh can see, snow is everywhere. They can see snow everywhere. On the mountains, the rooftops, the fields and the roads. എവിടെയൊക്കെ കാണാൻ പറ്റും? On the mountains അല്ലേ. They can see the snow in mountains. അതായത് വലിയ വലിയ മൗണ്ടെയിൻസിന്റെ, പർവ്വതങ്ങളുടെ മുകളില് മഞ്ഞ് കാണാൻ പറ്റും. Then rooftops, they can see snow on the rooftops. അതായത് മേൽക്കൂരയ്ക്ക് മുകളിലും, അതായത് വീടിനെ പൊതിഞ്ഞിട്ട് എന്തുണ്ട്, സ്നോ ഉണ്ട് അല്ലേ. In the rooftops. The fields, പാടത്ത് മുഴുവൻ എന്തായിരിക്കും, സ്നോ ആയിരിക്കും. And roads, റോഡിൽ വരെ എന്ത് തന്നെ ആയിരിക്കും, സ്നോ മാത്രമായിരിക്കും, മഞ്ഞ് മാത്രമായിരിക്കും. No plants grow in winter. അതുകൊണ്ട് തന്നെ വിന്റർ സീസണില് ഒരു ചെടികൾ പോലും വളരില്ല. എന്തേ കൃപ?
Schools, colleges and offices are closed. നമുക്കിവിടെ ഫ്ലഡ് വരുന്ന പോലെ നമുക്കിപ്പോ കൊല്ലത്തിൽ എന്ത് വരുന്നുണ്ട്? ഫ്ലഡ് വരുന്നുണ്ട്, വെള്ളപ്പൊക്കം വരുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ അവിടെ വിന്റർ സീസണില് എല്ലാ വിന്റർ സീസണിലും സ്കൂളും കോളേജും ഓഫീസസും ഒക്കെ അടക്കും. കാരണം എന്താ? nobody can go outside. ആർക്കും പുറത്തു പോകാൻ വേണ്ടി സാധിക്കില്ല അല്ലെ? Mountain streams do not melt and often there is no water for days together. Mountain streams, നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രീംസിൽ നിന്ന് എന്ത് വരും? നമുക്ക് വെള്ളം കിട്ടുന്നു പറഞ്ഞു അല്ലെ? പക്ഷെ ഈ സ്ട്രീംസിൽ ഇപ്പൊ എന്താവുന്ന അറിയാം? തണുപ്പ് കൊണ്ട് കട്ടയായി മാറും. അപ്പൊ അവർക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടോ? അത്ര കട്ടിയായിട്ടുള്ള ആ തണുപ്പിൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. ആ സ്നോ മെൽറ്റ് ചെയ്യില്ല. മെൽറ്റ് ചെയ്യാതെ ആ സ്നോ ദിവസങ്ങളോളം കിടക്കും. 2 ദിവസം പോലും അവർക്ക് കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ പോലും നമ്മുടെ സ്നോ മെൽറ്റ് ചെയ്യില്ല. സ്നോ മെൽറ്റ് ചെയ്താൽ മാത്രമല്ലേ, നമ്മുടെ കട്ട പിടിച്ചൊക്കെ മെൽറ്റ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് വാട്ടർ കിട്ടുള്ളൂ, വെള്ളം കിട്ടുള്ളൂ അല്ലേ? നോക്ക. And often there is no water for days together. The people have to melt the snow to get water for their daily needs. അവരെന്ത് ചെയ്യും? The people have to melt the snow to get water for their daily use. അവരുടെ ഡെയിലി നീഡ്സിന് വേണ്ടിയിട്ട്. അതായത് എന്താ? അവർക്ക് എല്ലാ ദിവസവും എന്ത് ചെയ്യണം? നമുക്കിപ്പോ വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ നമ്മുടെ നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? സ്നോ എടുത്ത് മെൽറ്റ് ചെയ്യുന്നുണ്ട്. അവര് ചിലപ്പം വേണമെങ്കിൽ തീ വെച്ച് ചൂടാക്കുകയോ എന്തൊക്കെ ചെയ്തിട്ട് അവരുടെ സ്നോ മെൽറ്റ് ചെയ്യുന്നുണ്ട്. Then Ladakhis spend their winter celebrating festivals and feasting in one another's houses. ലഡാക്കിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ദിവസങ്ങൾ എന്തെങ്ങനെയാ സ്പെൻഡ് ചെയ്യുന്നത്? എങ്ങനെയാ ചെലവഴിക്കുന്നത്? They are celebrating festivals, ഉത്സവങ്ങൾ വെച്ചിട്ടും ഫീസ്റ്റിംഗ്, സദ്യ ഒരുക്കിയിട്ടൊക്കെയാണ് അല്ലെ? ഒരു ദിവസം ഒരാളുടെ വീട്ടിലാണ് ഫീസ്റ്റ് എങ്കിൽ, ഫീസ്റ്റ് മീൻസ് സദ്യ, ഒരാളുടെ വീട്ടിലാണ് സദ്യ എങ്കിൽ വേറൊരു ദിവസം വേറെ ആളുടെ വീട്ടിലായിരിക്കും സദ്യ വെക്കുക. അങ്ങനെ ഫീസ്റ്റും ഇതൊക്കെ സെലിബ്രേഷനും ഫെസ്റ്റിവൽസും ഫീസ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് അവര് വിന്റർ സീസൺ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. Who is ready to read this chapter? ആരാ ഇത് വായിക്കുക? ആരാ വായിക്കുക? ഓക്കെ, ദേവാഞ്ജന വായിച്ചോ. ലൈഫ് ഇൻ ലഡാക്ക്. ഇടയ്ക്കുന്നായിരിക്കും മിസ് വായിപ്പിക്കുക, ശ്രദ്ധിച്ചിരിക്കണേ. Unit 7, Life in Ladakh. A gentle breeze blows and the tall trees sway gently. A large mighty walks boldly down the road. It is a warm sunny morning in June in Nimo, a village in Ladakh. Ladakh is a beautiful region in the state of Jammu and Kashmir in North India. It is located high up in the Himalayas. If you go to Ladakh, you will be about 10,000 feet above the sea level. All around you will see tall mountains with snow-capped peaks. It is a beautiful sight. 1 minute. After you read സൂര്യദേവ് നെക്സ്റ്റ് വായിക്കണേ മോനെ. ദേവാഞ്ജന വായിച്ചു കഴിഞ്ഞിട്ട് സൂര്യദേവ് വായിക്കണം. ഓക്കെ, കണ്ടിന്യൂ. Indeed, Tassie Dodge, a farmer, lives in Nimo. His fields are in the lower part of the village. Tassie's house is higher up on the slopes of the mountains. All the villagers build their houses on the mountain slopes and have fields at the foot of the mountains. Tassie will grow barley this year. His neighbor Eli will grow wheat. Sonam is growing mustard this year. Richen is growing vegetables in small beds in her field. She has
sown onions, cabbages, potatoes, and tomatoes. Summer is an important season for farmers in Ladakh. This is the only season when crops grown. In April and May, Tassie and his friends prepare their feeding for the crops. First, they plow the fields with the help of yaks and dogs. Dots are a kind of yak found in Ladakh. After plowing, the farmers add manure to the soil. Manure makes the soil rich. Then they sow the seeds. In June, little plants spot everywhere. Daisy and his friends water the fields. Water comes from small streams that flow down when snow melts in the nearby mountains. The villagers work together on one another's fields. You can hear them sing as they work. In a month or so, the crops will be ready for harvest. The grains will be dried in the sun and stored for the winter. The gas will be used kettle. Winters are terribly in Ladakh. It is very cold. It snows almost every day. There is snow everywhere. On the mountains, the rooftops, the fields, and the roads, snow plants grow in winter. Schools, colleges, and offices are closed. Mountain streams do not melt, and oft there is no water for days together. The people have to melt the snow to get water for their daily needs. Ladakhis spend their winters celebrating festivals and feasting in one another's houses. Okay, next Suryadev. Okay, you can read Suryadev. A gentle breeze blow and the tall trees say gently and large balls down in the road. It is a warm, sunny morning in June. Ladakh is a beautiful region in the state of Jammu and Kashmir in North India. It is located high up in the If you go to Ladakh, you will be about 10,000 feet above the sea level. All around you will see tall mountains with snow-covered peaks. It is a beautiful sight that indeed. Tosara
live in a high fields are in the lower part of India. Top of mountain. All the villagers built their house on the mountain slope and have fields at the foot of the mountain. Okay, that's enough. Okay, that's enough for today. Shall we wind up the class? Okay. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തേക്കാം കേട്ടോ. ബൈ. ഒരു ടാറ്റ താടോ. ഓക്കെ.